ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമുക്ക് തേങ്ങ വറുത്തരച്ച് വെച്ച ഒരു അടിപൊളി ബീഫും കായും കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. വീഡിയോന് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൂടെ കൊടുത്തേക്കാം. പറ്റുമെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻ്റ് ഒക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, കൂടാതെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. നമുക്ക് ആദ്യം തന്നെ ബീഫ് ഒന്ന് വേവിക്കാൻ വെക്കണം. അപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ബീഫിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, മുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എല്ലാം കൂടെ ചേർത്തിട്ട് ബീഫ് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഇനി വേറൊരു ചട്ടി ചൂടാക്കാനായിട്ട് വെക്കാം. ഇതിൽ നമുക്ക് അരക്കാനുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങ ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവണ വരെ നമുക്കിതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. തേങ്ങ വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകാതെ നോക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് നമുക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. തേങ്ങാക്കൊത്തൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് 3 സവാള നീളത്തിൽ അരിഞ്ഞത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ഒരു 1.25 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായി വാടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ബീഫ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടാതെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ, തേങ്ങയുടെ അരപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ കൂടെ, പച്ചക്കായ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് കായൊക്കെ വേവണ വരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയും തന്നെ ഉള്ളൂ, അടിപൊളി വറുത്തരച്ച ബീഫും കായും റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. അതുപോലെ തന്നെ ടേസ്റ്റും ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.